MS സുബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള CP നായർ മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് സ്വീകരിക്കുന്നതിലേക്ക് ഡോക്ടർ S സോമനാഥ് അവർകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് വാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഡോക്ടർ സോമനാഥ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ചും ഈ അവാർഡ് നൽകാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ശ്രീ ഡോക്ടർ GG തോമസിനും ഉൾപ്പെടെ എൻ്റെ ഒപ്പം അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് വലിയ അസൂയയാണ്, പ്രത്യേകിച്ചും പാട്ട് പാടുന്നവരോട്. ഞാൻ എപ്പോഴും എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഈ പഠിക്കാനൊക്കെ നിർബന്ധിക്കുന്ന കാലത്ത് എന്തുകൊണ്ട് എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ എന്നെ വിട്ടിട്ടില്ല എന്ന്. വലിയൊരു വിഷമമായി എൻ്റെ ജീവിതത്തിൽ വളരെ കാലം ഉണ്ടായിരുന്നൊരു സങ്കടമാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനോ പാട്ട് പാടാനോ കഴിയില്ല എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു അവസരമുണ്ടായ ഒരു സിറ്റുവേഷൻ അല്ല എൻ്റെ കുടുംബത്തിനോ ആ കാലഘട്ടത്തിലോ ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ പാട്ട് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ റേഡിയോയിൽ നിങ്ങൾക്കറിയാം സംഗീത സമ്മേളനങ്ങൾ നടക്കും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീതമാണ് എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ചെമ്പൈയുടെ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം റേഡിയോ ഓൺ ചെയ്ത് ഞങ്ങളെല്ലാം കുട്ടികളെയൊക്കെ വിളിച്ച് അതിന് മുമ്പിൽ ഇരുത്തിക്കും, ഇതെല്ലാം കേട്ടോളണം. അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ സമയത്ത് സംഗീത കച്ചേരി ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൊണ്ടുപോകും. അവിടെ മണ്ണിലിരുന്ന് രാത്രി മുഴുവൻ കച്ചേരി കേൾക്കണം. കഥകളിയും ഉണ്ട് എൻ്റെ ഒപ്പം. പക്ഷേ ഇതെല്ലാം കാണുന്നതല്ലാതെ പാടാനോ പഠിപ്പിക്കാനോ ഒരു താല്പര്യം അവരെ എടുത്തിരുന്നില്ല എന്നുള്ളതൊരു വലിയ സങ്കടകരമായിട്ട് കാര്യമായിട്ട് എനിക്ക് പിന്നീട് വന്നപ്പോൾ, ഞാൻ എഞ്ചിനീയറൊക്കെ ആയിട്ട് ISROയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ വയസ്സായവരെ പഠിപ്പിക്കുന്ന സംഗീതം പഠിപ്പിക്കുന്ന വല്ല സ്ഥലമുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് ഞാൻ നടന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഗീത സ്കൂളിൽ ഞാൻ ISROയുടെ സെൻറ്ററിൻ്റെ ഒരു ഡയറക്ടറായിരുന്ന സമയത്ത് പാട്ട് പഠിക്കാനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയുണ്ടായി. 2 വർഷം ഞാൻ സംഗീതം പഠിച്ചു. അങ്ങനെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് വായിക്കണമെന്നുള്ള വലിയ ആഗ്രഹമായിട്ട് ഞാൻ കീബോർഡ് പഠിക്കാനായിട്ട് ഒരു കീബോർഡ് പഠിക്കുന്ന സ്കൂളിൽ ചേർന്നു. അപ്പോഴേക്കും എനിക്ക് ഒരുപാട് പ്രായമായി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ മോളും ഉണ്ടായിരുന്നു. മോളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കീബോർഡ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു അവിടെ. അപ്പോൾ അവൾ വെസ്റ്റേണും ഞാൻ ഇന്ത്യൻ സ്റ്റൈൽ കീബോർഡ് പഠിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഞാൻ പിന്നീട് അവളെ അവിടെ എത്തിക്കുന്ന ജോലി മാത്രമായി ഒതുങ്ങി. അങ്ങനെ കീബോർഡ് പഠിത്തവും അവിടെ അവസാനിച്ചു. ഇന്നവൾ ഒരു 8th ഗ്രേഡ് പിയാനോയൊക്കെ വായിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സംഗീതം നമ്മുടെ എല്ലാം മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒന്നാണ്. നവ്യ പറഞ്ഞതിനോട് എനിക്ക് വളരെ യോജിക്കാൻ കഴിയും. എങ്ങനെയാണ് സംഗീതം നമ്മളെല്ലാം മാറ്റിമറിക്കുന്നത്? ആ മനസ്സിലുണ്ടാക്കാവുന്ന പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന നമ്മൾ, ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നതെങ്കിലും ഇത്തരം ലോലമായ വികാരങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് പോലും പാട്ട് കേൾക്കുക എന്നുള്ളത് വലിയൊരു സംതൃപ്തിയും സന്തോഷവും നൽകുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, സംഗീത മേഖലയുള്ളവർ എനിക്ക് വലിയ അസൂയയാണ്. ഞാൻ എൻ്റെ ഒരു പാട്ടുകാരനായ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയും. അദ്ദേഹം കർണാടക സംഗീതത്തിൽ നന്നായിട്ട് പാടുന്ന ഒരാളാണ്, കഥകളി കളിക്കുന്നതാണ്. അദ്ദേഹം ചെയർമാനിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൂടിയിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കച്ചേരി നടക്കുമ്പോഴും അതുപോലെ കച്ചേരിക്ക് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ISRO വഴി ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ആ വഴിയിലും എനിക്ക് ഒരുപാട് കലാകാരന്മാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നടക്കാതെ പോയ ചില ആഗ്രഹങ്ങളിൽ ചിലത് അങ്ങനെയാണ് സാധിച്ചിട്ടുള്ളത്. ഞാനൊരിക്കൽ അദ്ദേഹത്തിന് ചോദിക്കേണ്ടായി, ഈ റോക്കറ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ ഇത്ര വലിയ കാര്യം എന്താ? വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല. ഒരു സംഗീത സംവിധാനം ചെയ്യുന്ന ഒരാളെ നോക്കുക, അവർ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി, നമുക്കൊക്കെ എപ്പോഴാണത് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്നെ സമാധാനിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ ചെയ്യുന്ന ജോലിയും
നല്ല ജോലിയൊക്കെ തന്നെയാണ്. റോക്കറ്റൊക്കെ ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തോളൂ. ഇപ്പോൾ പാട്ട് പഠിക്കുന്നതിന് അടുത്ത ജന്മത്തിലാകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഈ ജന്മത്തിലെ ജോലി ഏകദേശം തീർന്നതുകൊണ്ട് നിങ്ങളുടെ അവാർഡുകൾ സ്വീകരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ അനദർ ഓപ്പർച്യൂണിറ്റി ടു ലേൺ മ്യൂസിക് പോസിബിളി സം ടൈം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഓൾ ഓഫ് യു. ആൻഡ് ഇവിടെ വർക്കലയിൽ വന്ന് ഈ സുബലക്ഷ്മിയുടെ പേരിലുള്ള ഒരു സംഗീത കൂട്ടായ്മ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആ നാമം നിലനിർത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും. മാത്രമല്ല ഇവിടെ സംഗീതം, ഞാൻ വളരെ നേരത്തെ ഇവിടെ എത്തി, അതുകൊണ്ട് തന്നെ ഇവിടെ ഗാനമേള പാടിയിരുന്ന അനേകം ആളുകളെ ഞാൻ കണ്ടു. അവരാരും പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല എന്ന് എനിക്കറിയാം, പക്ഷേ അവരുടെ പാട്ട് വളരെ നേരം ഞാൻ ആസ്വദിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കെല്ലാമുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മളെല്ലാം സ്വീകരിക്കാനായിട്ട് നൃത്തം അവതരിപ്പിച്ച കുട്ടികൾക്കും അതിമനോഹരമായിട്ട് ഓൾറെഡി അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എല്ലാ തരത്തിലും ഈ വേദി സമ്പുഷ്ടമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.